ചൈനയുടെ അതിർത്തിയിലുള്ള ലഡാക്കിൽ ഇന്ത്യ ഒരു പ്രസിദ്ധമായ പോളിഷ് നിർമ്മിത ലോയിറ്ററിംഗ് യുദ്ധോപകരണമായ വാർമേറ്റ് പരീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇത് ആളില്ലാ വിമാനം, സൈനികരുടെ ചെറിയ ഡിറ്റാച്ച്മെന്റുകളും കവചിത ബങ്കറുകളും ലക്ഷ്യമിടുന്നതിനായി റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈൻ നിലവിൽ ഉപയോഗിച്ചു പോരുന്നു. എന്നിരുന്നാലും ഒന്നിലധികം റഷ്യൻ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഡ്രോൺ നിരവധി തവണ വെടിവെച്ച് വീഴ്ത്തുകയും റിവേഴ്സ് എഞ്ചിനീയറിംഗിനായി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 2 മാസം മുൻപ് ഇറാൻ അനാച്ഛാദനം ചെയ്ത ഇറാനിയൻ കാമിക്കേസ് ഡ്രോൺ രൂപകൽപ്പനയിൽ വാർമേറ്റിന് സമാനമാണ് എന്നതും ശ്രദ്ധേയമാണ്. ഉപഗ്രഹ ചിത്രങ്ങളിൽ അക്സായി ചിന്നിലെ പർവ്വതങ്ങളിൽ തുരങ്കങ്ങൾ കണ്ടെത്തിയത് മുതൽ ലഡാക്കിൽ ഇന്ത്യ ചൈന സംഘർഷം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇവിടെ വെടിക്കോപ്പുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും സംഭരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശത്രുക്കളുടെ പീരങ്കി അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഇത്തരം ഉയർന്ന സംരക്ഷിത സൗകര്യങ്ങൾ ഒരു സൈന്യത്തിന് വലിയ തന്ത്രപരമായ നേട്ടങ്ങൾ നൽകുന്നു. ഒരു ചെറിയ തന്ത്രപരമായ ലോയിറ്ററിംഗ് കാമിക്കേസ് ഡ്രോണിന് ഇതുപോലെയുള്ള ഒരു സൗകര്യത്തിന് മികച്ച കേടുപാടുകൾ വരുത്താൻ കഴിയുന്നതിനോടൊപ്പം നിരീക്ഷണത്തിനും ആക്രമണ ദൗത്യങ്ങൾക്കുമായി ഡ്രോണുകൾ ഏറ്റെടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ഈ നീക്കം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നിരീക്ഷണവും ആക്രമണവും മുതൽ ലഘു ലോജിസ്റ്റിക്കൽ സപ്ലൈസ് കൊണ്ടുപോകുന്നതിന് വരെയുള്ള ആവശ്യങ്ങൾക്കായി ചൈനയ്ക്ക് വിവിധ UAVകളുടെ കൂടുതൽ വിപുലമായ ഇൻവെന്ററി ഉള്ളതിനാൽ ഇന്ത്യയുടെ ഈ നീക്കം പ്രാധാന്യമർഹിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്ററിലൂടെ പുറത്തുവന്ന ഒരു വീഡിയോ പ്രകാരം വാർമേറ്റ് ഡ്രോണുകൾ ഒന്നിലധികം ഫ്ലൈ പാസ്റ്റുകളിൽ ഉയരത്തിൽ പറക്കുന്നതും പൊടി നിറഞ്ഞതും തരിശായതുമായ ലഡാക്ക് ഭൂപ്രദേശത്ത് ലാൻഡിംഗ് നടത്തുന്നതും കൃത്യമായി കാണിക്കുന്നു. റിപ്പബ്ലിക് വേൾഡിന്റെ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് വാർമേറ്റിനെ ലഡാക്കിൽ പുതിയതായി ഉൾപ്പെടുത്തുകയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വാങ്ങിയ ഡ്രോണുകളുടെ എണ്ണത്തെയും മറ്റ് വാണിജ്യ വശങ്ങളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ലൈൻ ഓഫ് സൈറ്റ് വഴി 30 കിലോമീറ്റർ പരിധിയിൽ ഈ ഡ്രോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. കൂടാതെ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ 80 കിലോമീറ്ററിന്റെ പരമാവധി വേഗത കൈവരിക്കാനും കഴിയും. അതോടൊപ്പം ഈ ഡ്രോണിന് 1.6 മീറ്റർ വിങ് സ്പാനും 1.1 മീറ്റർ നീളവും 5.7 കിലോഗ്രാമിന്റെ ടേക്ക് ഓഫ് ഭാരവുമുണ്ട്. ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും 150 മുതൽ 300 മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം ഹൈ എക്സ്പ്ലോസീവും തെർമോബാറിക്കും ഉൾപ്പെടെ വിവിധ വാർഹെഡ് തരങ്ങളെ പിന്തുണയ്ക്കുന്നു. പരമാവധി 150 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ വാർഹെഡുകൾക്ക് കഴിയും. ഈ ഡ്രോണുകൾ അർദ്ധ സ്വയംഭരണാധികാരമുള്ളതും ലക്ഷ്യസ്ഥാനത്തിനു ചുറ്റും ലോയിറ്റർ ചെയ്യാൻ കഴിവുള്ളതുമായിരിക്കുന്നതുകൊണ്ട് സംയോജിത നിയന്ത്രണ മോഡ്യൂളുകളും നിരീക്ഷണ ഉപസിസ്റ്റങ്ങളും ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തുന്നതിനുള്ള നിയന്ത്രണം നിലനിർത്താൻ ഓപ്പറേറ്ററെ അനുവദിക്കുന്നു. ഇവയ്ക്ക് പുറമെ ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ഹാരോപ്പ് മിഷനുകൾ, തദ്ദേശീയമായി വികസിപ്പിച്ച ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡ്രോൺ എന്നിവ പോലെയുള്ള മറ്റായുധങ്ങളും ഇന്ത്യ പ്രവർത്തിപ്പിച്ചു പോരുന്നു. ഇതോടൊപ്പം ആക്രമണം അവസാനിപ്പിച്ച് ഓപ്പറേറ്ററിലേക്ക് മടങ്ങാൻ കഴിവുള്ള അടിസ്ഥാന ഇന്റലിജൻസ്, സർവെയിലൻസ്, റെക്കണൈസൻസ് അഥവാ ISR പ്ലാറ്റ്ഫോമുകളായി നിരവധി കാമിക്കേസ് ഡ്രോണുകളെ നിലവിൽ ഇന്ത്യ ഉപയോഗിച്ചു പോരുന്നു. ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് സംഘർഷ സാഹചര്യങ്ങളിൽ, ഈ ഡ്രോണുകൾക്ക് പല നിർണായക നീക്കങ്ങളും വേഗത്തിൽ കാണാൻ കഴിയും. കൂടുതൽ നൂതനമായ ഒപ്റ്റിക്കൽ സിസ്റ്റങ്ങളും സെൻസറുകളുമുള്ള മറ്റ് സമർപ്പിത ഹെവി അല്ലെങ്കിൽ ലൈറ്റ് ക്ലാസ് നിരീക്ഷണ ഡ്രോണുകൾ ഇല്ലാതെ തന്നെ ആർട്ടിലറി ഫയർ കറക്ഷൻ നടത്താനും ഈ ഡ്രോണുകൾ സൈന്യത്തെ സഹായിക്കുന്നു. വാർമേറ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യൻ സൈന്യം മറ്റ് ലൈറ്റ് ISR ഡ്രോണുകളും പരിഗണിക്കുന്നുണ്ടോ എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. വാർമേറ്റ് ഡ്രോണുകൾ പോളണ്ടിലെ WB ഇലക്ട്രോണിക്സിൽ നിന്നും നേരിട്ട് വാങ്ങിയതാണോ അതോ ഇന്ത്യക്കുള്ളിൽ സഹകരിച്ച് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടതാണോ എന്നത് ഇതുവരെയും ഇന്ത്യ പുറത്തുവിട്ടിട്ടുമില്ല. ചൈനയ്ക്കെതിരെയുള്ള സംഘർഷത്തിൽ ഇന്ത്യ രഹസ്യമായി നിരവധി ആയുധങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതിനുള്ള ഒരു വലിയ തെളിവാണ് വാർമേറ്റിന്റെ നിലവിലെ പരീക്ഷണം സൂചിപ്പിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ ചൈന നിർമ്മിക്കുന്ന സൈനിക ബിൽഡപ്പുകൾക്കെതിരെയുള്ള വൻ ഭീഷണി തന്നെയാണ് നിലവിൽ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിക്കുന്ന ഈ അത്യാധുനിക ഡ്രോണുകൾ. 1962 ഇന്ത്യക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ സൈനിക നിർമ്മാണങ്ങൾ നടത്തുന്ന ചൈനയ്ക്ക് മുന്നിൽ അത്യാധുനിക ആയുധങ്ങൾ തന്നെയാണ് ഇന്ത്യ നിലവിൽ അണിനിരത്തുന്നത്. 1962 മണ്ടത്തരം ആവർത്തിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നീ നീക്കങ്ങളിലൂടെ ഇന്ത്യ ചൈനയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു.